ഡൽഹിയിൽ നടക്കുന്നത് ബമ്പൻ ട്വിസ്റ്റ്. ദിവസങ്ങൾക്കുള്ളിൽ എന്തും സംഭവിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതിന് പിന്നാലെ ബി.ജെ.പിയിൽ നിന്നും അവരുടെ ബി ടീമിനെ ജയിലിൽ നിന്നാണ് പുറത്തിറക്കിയിരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരെയാണ് ഈ ബി ടീമിൽ നിന്ന് സ്ഥാനാർത്ഥികളായി നിർത്തി പ്രചാരണത്തിന്റെ കളത്തിലേക്ക് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ വരെ കണ്ട കാഴ്ചകൾക്കല്ല ഇനി തലസ്ഥാന നഗരി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്ന് കോടതി പോലും ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അഥവാ ജയിലിൽ നിന്നൊരു സ്ഥാനാർത്ഥി. ബി.ജെ.പിയെ തകർക്കാൻ പോലീസ് അകമ്പടിയോടെ ഡൽഹിയിൽ കളം നിറയുകയാണ് അവർ. കോടതിയുടെ പ്രത്യേകമായ പാക്കേജുകൾ കൂടെ അനുവദിച്ചുകൊണ്ടാണ് രണ്ടു സ്ഥാനാർത്ഥികൾ ജയിലറ പൊളിച്ച് പുറത്തേക്ക് എത്തിയിരിക്കുന്നത്. ബി.ജെ.പി, എ.പി, കോൺഗ്രസ് എന്നീ മൂന്ന് വമ്പൻ പാർട്ടികൾ അണിനിരന്ന് കൊമ്പ് കോർക്കുമ്പോൾ ചെറുകിട പാർട്ടികൾ ഇല്ല എന്നല്ല, പകരം ഒവൈസിയുടെ മജ്ലിസ് പാർട്ടിയും ഡൽഹിയിലെ മുസ്ലിം വോട്ടുകൾ ലക്ഷ്യം വെച്ച് കളത്തിലിറങ്ങുന്നുണ്ട്. അതുമാത്രവുമല്ല, തുക്ക് മന്ത്രിസഭയ്ക്കുള്ള സാധ്യതയും തള്ളിക്കളയാനാവാത്ത തരത്തിൽ ത്രികോണ പോരിനിറങ്ങുന്ന ഡൽഹിയിൽ ചിലപ്പോഴെങ്കിലും ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്നതും ഈ ചെറു പാർട്ടികളായിരിക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അസദുദ്ദീൻ ഒവൈസിയുടെ മജ്ലിസ് പാർട്ടി ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് എന്ന് പറയാം. പ്രത്യക്ഷത്തിലല്ലെങ്കിലും പരോക്ഷമായിട്ട് അങ്ങനെയെന്ന് പറയാം. അതിനുത്തമ ഉദാഹരണമാണ് വഖഫ് ബില്ലിലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിലുമൊക്കെ പാർലമെന്റിൽ ഒവൈസി പ്രതിപക്ഷ നിരയോടൊപ്പം നിൽക്കാൻ കാരണം. എന്നാൽ ബി.ജെ.പിയുടെ ബി ടീം എന്ന പേര് എപ്പോഴും മജ്ലിസ് പാർട്ടിക്കുണ്ട്. ബി.ജെ.പിക്ക് വിജയിക്കാൻ ആവശ്യമായ വളക്കൂറുള്ള മണ്ണാക്കി ഓരോ തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളും മാറ്റുക എന്നതായിരുന്നു അവരുടെ എപ്പോഴത്തെയും പരിപാടി. പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ അത്തരം സ്ഥാനാർത്ഥികളെ നിർത്തി കോൺഗ്രസിന് കിട്ടേണ്ടുന്ന, അങ്ങോട്ടേക്ക് പോകേണ്ടുന്ന വോട്ടുകളെ തട്ടിയെടുത്തുകൊണ്ട് ബി.ജെ.പി വിജയത്തെ എളുപ്പത്തിലാക്കുന്ന ഒരു പ്രത്യേകതരം പൊളിറ്റിക്സ് ആണ് കാലം ഇത്രയായിട്ടും ഒവൈസിയും അദ്ദേഹം നേതൃത്വം നൽകുന്ന മജ്ലിസ് പാർട്ടിയും ചെയ്തു പോരുന്നത്. എന്തായാലും ബി.ജെ.പിയുടെ ബി ടീം ആയ മജ്ലിസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ മുസ്തഫാബാദിലെ താഹിർ ഹുസൈൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഡൽഹി കലാപ കേസിലായിരുന്നു താഹിർ ജയിലിൽ പോയത്. സുപ്രീം കോടതി 6 ദിവസത്തെ കസ്റ്റഡി പരോൾ അനുവദിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രചാരണത്തിലേക്ക് ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസം തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഹുസൈൻ പോലീസ് കസ്റ്റഡിയിലാണ് പ്രചാരണം നടത്തുന്നത്. അതേസമയം ഡൽഹി കലാപ കേസിൽ ജയിലിലായിരുന്ന ഒക്ല മണ്ഡലത്തിലെ മജ്ലിസ് സ്ഥാനാർത്ഥി ഷഫാ ഉർ റഹ്മാനും സെഷൻസ് കോടതി പ്രചാരണത്തിനായിട്ട് 5 ദിവസത്തെ പരോൾ കസ്റ്റഡി അനുവദിച്ചിട്ടുണ്ട്. ഇനി ഇവരുടെയൊക്കെ ചെലവോ, ഓരോ ദിവസത്തെയും സുരക്ഷാ ചെലവിന് പോലീസ് അകമ്പടിക്ക് 2.7 ലക്ഷം രൂപ വീതമാണ് നൽകുന്നത്. തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും വാർത്താ സമ്മേളനങ്ങളിലും കേസിനെ കുറിച്ച് ഒന്നും പരാമർശിക്കരുതെന്ന് അഡീഷണൽ സെഷൻ ജഡ്ജി സമീർ ബാജ്പേയി പറയുകയും ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 5-ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ എന്തിനൊക്കെയാണ് ഇനി ഡൽഹി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നാണ് ഇനി കണ്ടറിയേണ്ടുന്ന കാര്യങ്ങൾ.